ഹലോ, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, സംസാരിക്കുന്നത് ബഷീർ മേച്ചേരി കട്ടച്ചിറ. വളരെ വേദനാജനകമെന്ന് പറയട്ടെ ഇന്നത്തെ വാർത്ത. ഒരു സഹോദരന്റെ ആത്മഹത്യ, ജീവനൊടുക്കിയ വാർത്ത. കേരള സമൂഹം നെട്ടലോട് കൂടിയിട്ടും വളരെ വേദനയോട് കൂടിയിട്ടാണ് കേട്ടത്. രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ ഇവിടെ വനിതാ കമ്മീഷൻ എന്ന പോലെ തന്നെ ഒരു പുരുഷ കമ്മീഷനും നിലവിൽ വരേണ്ടത് അത്യാവശ്യമാണ്. പുരുഷനിക്ക് ഇന്ന് ആണായി പറഞ്ഞതിന്റെ പേരിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രൂപത്തിൽ ഈ സ്ത്രീകൾക്ക് പോലും അപമാനഭാരമേറിയ ഇത്തരം നികൃഷ്ട ജീവികളെ കൊണ്ട് വളരെ പ്രയാസത്തിലാണ് ഇന്നത്തെ കേരളത്തിലെ പുരുഷന്മാർ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് പുരുഷ കമ്മീഷൻ നിലവിൽ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ കവലകളിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദേവാലയങ്ങളിൽ പോയാൽ, അല്ലെങ്കിൽ ടൗണിൽ പോയാൽ, ഒരു കല്യാണത്തിന് പോയാൽ, ഇവിടങ്ങളിലൊക്കെ പീഡന കഥകളും ഈ ആണുങ്ങളെ അപമാനിച്ചുകൊണ്ട് നിൽക്കുന്ന ഇത്തരം നികൃഷ്ട ജീവികളായ, പേച്ചജനമങ്ങളായ, പാഴ്വസ്തുക്കളായ ഇത്തരം കുലംകുത്തികളായ ഈ സ്ത്രീകളെ ഒതുക്കി നിർത്തേണ്ടത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. ഇന്നൊരു ജീവനെടുത്തപ്പോൾ ഈ പെൺകുട്ടിക്ക് എന്ത് നേട്ടമാണ് കിട്ടിയത്? പൊന്നു സഹോദരി, നിനക്ക് അങ്ങനെ ആ സഹോദരനിൽ നിന്ന് ഒരു ദുരനുഭവം ഒരു വട്ടം ഉണ്ടായാൽ എനിക്കൊന്ന് മാറി നിൽക്കാം, അല്ലേ? അല്ലെങ്കിൽ ആ സഹോദരനെ തോണ്ടിയിട്ട് പറയാം, സഹോദരൻ നിങ്ങൾ ഇത്തരം ചെയ്യല്ലേ, നിങ്ങൾക്കുമില്ലേ ഉമ്മ പെങ്ങന്മാര് അമ്മ പെങ്ങന്മാര് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നിയമം, ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ നിയമമുണ്ട്, പോലീസ് സ്റ്റേഷനുകളുണ്ട്, അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് പരാതി കൊടുത്തൂടെ? അപ്പൊ നിങ്ങളെ കയപ്പ് അതൊന്നല്ല. നിങ്ങൾ നേരം വെളുത്ത ഇങ്ങനെ കയറൂരി വിട്ട ജന്മങ്ങളെ തന്തി കയറൂരി വിട്ടതാ. ഇങ്ങനെ പോയിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പല വീഡിയോകളും ചെയ്തിട്ട് ഇതിനു മുമ്പ് നീ ലോറിയിൽ നിന്ന് തുപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കി. ഈ സഹോദരൻ, ആ ദൃശ്യം വീക്ഷിക്കുന്നവർക്കൊക്കെ അറിയാം അയാളൊരു മാന്യമായ ഒരു മനുഷ്യനാണ്, അല്ലേ? എന്നിട്ട് നീ അത് എടുത്തിട്ട് റീച്ച് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് നിന്റെ ഡയലോഗ്? 4 അക്ഷരം ഇംഗ്ലീഷ് പഠിച്ച് 4 അക്ഷരം വിദ്യാഭ്യാസം നേടി എന്ന് പറഞ്ഞിട്ട് അത് കണ്ട ആണുങ്ങളെ മേത്തേക്ക് കുതിര കയറാനല്ല, മനസ്സിലായ? അത് നീ മനസ്സിലാക്കിക്കോ. നീ ഉരുകി തീരണം. ഇന്ത്യ രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ നിനക്ക് കിട്ടേണ്ടത് അനിവാര്യമാണ്. നിന്നെ പോലെ ഉള്ള പേച്ച ജന്മങ്ങൾ കിട്ടേണ്ടത് അനിവാര്യമാണ്. ആ കുടുംബത്തിനെ ഗവൺമെന്റ് ഏറ്റെടുക്കണം. ആ കുടുംബത്തിന്റെ സംരക്ഷണം ഗവൺമെന്റ് ഏറ്റെടുക്കണം. അറിഞ്ഞ കാര്യമനുസരിച്ച് ആ സഹോദരൻ ഒരു പിഞ്ചു പൈതലാണ്. ആ സഹോദരനാണ് ആ കുടുംബത്തിന്റെ അത്താണി എന്നുള്ളതാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് കിട്ടാവുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കേരള ജനത ഒന്നടങ്കം ഒറ്റക്കെട്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. ഇനി ഇത്തരം നെറികേട് ഇത്തരം സ്ത്രീകൾ ചെയ്യാൻ പാടില്ല. അറബ് രാഷ്ട്രത്തിലൊക്കെ ഉള്ളതാണെങ്കിൽ വാട്സപ്പിൽ പ്രചരിപ്പിക്കാൻ പാടില്ല. സോഷ്യൽ മീഡിയയിലുള്ള ഭയങ്കരമായ ശിക്ഷയാണ്. അത്തരം ശിക്ഷകളൊക്കെ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും നടപ്പാക്കേണ്ടത് അനിവാര്യമാണ്. ഇവര് നേരം വെളുക്കുമ്പോൾ ഈ ഫെമിനിസ്റ്റുകളുണ്ട് വരും, ഒരു മൊബൈലും ഒരു മൈക്കും കയ്യിൽ പിടിച്ചിട്ട് ഇന്ന് കിട്ടിയത് വായി തോന്നുന്നത് കോതക്ക് പാട്ടി എന്ന പറഞ്ഞ രൂപത്തിൽ കിട്ടിയതൊക്കെ നിങ്ങൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിവ്യൂ കിട്ടാൻ, നിങ്ങൾക്ക് വേസ് കിട്ടാൻ, അതുപോലെ തന്നെ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് നെറികേടും കാട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പാവപ്പെട്ട കുറെ ജന്മങ്ങളെയാണ് നിങ്ങൾ വയ്യാധാരമാക്കുന്നത് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. ഇത്തരം പേച്ച ജന്മങ്ങളെ തടയിടേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇത്തരം പേച്ച ജന്മങ്ങളെ സെല്ലിൽ അടക്കേണ്ടതും ഈ നാടിന്റെ അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇത്തരം ഒരു ആത്മഹത്യയോ ഒരു മരണവും കേരളത്തിൽ സംഭവിച്ചുകൂടാ എന്ന് ദൃഢപ്രതിജ്ഞ ഗവൺമെന്റും ജനങ്ങളും എടുക്കേണ്ടതുണ്ട്. ഇത്തരം നെറികെട്ടവരെ നിയമ നടപടിക്ക് വിധേയമാക്കി പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മളൊക്കെ ബാധ്യതയാണ്. ഈ മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രായശ്ചിത്തം അതാണ് എന്നും കൂടെ ഓർമ്മപ്പെടുത്തണം.